ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങളും റാഹത്തായിട്ട് പോകണം. അപ്പോൾ ഇന്നിതാ ഞാൻ രാവിലെ തന്നെ ബുക്ക് പൊതിയുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അതെന്താ വെച്ചാൽ നമ്മുടെ സുട്ടൂന് ബുക്കൊക്കെ മദ്രസത്ത് കിട്ടീന്. അപ്പോൾ ഞാനത് പൊതിഞ്ഞ് കൊടുത്തീന്. ആ പൊതി എന്തോ സുട്ടൂന് എന്തോ ഒരു മഷി എന്തോ ആയി എന്നൊക്കെ പറഞ്ഞ് പുതിയ പൊതി വാങ്ങണം പറഞ്ഞു. ഇന്നലെ കാക്കുവിനെ കൊണ്ട് വാങ്ങിച്ചതേനു. അപ്പോൾ രാത്രി തന്നെ പൊതിയാൻ പറഞ്ഞിന്. അപ്പോൾ ഞാനിങ്ങനെ മടിച്ച് വേഗം കടന്നു കേട്ടോ. അപ്പോൾ രാവിലെ പൊതിഞ്ഞിലാണ്. അപ്പോൾ സുട്ട് രാവിലെ ഞാൻ ഈച്ച് വന്നേക്കന്നെ, നിസ്കാരം കഴിഞ്ഞ് വന്നേക്കന്നെ ഇത് പൊതിയിപ്പിക്കണം. അപ്പോൾ മദ്രസക്ക് പോകാനായി തുടങ്ങിയിരിക്കണം. അപ്പോൾ ചായയും കടിയൊന്നും ഉണ്ടാക്കണ മുമ്പ് തന്നെ ഞാനിത് പൊതിഞ്ഞു കൊടുക്കണം. അങ്ങനെ ബുക്കൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി സുട്ടുവിനെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോയി. വന്നു കേട്ടോ. വന്നിങ്ങാണ്ട് ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പം ഇന്ന് ചായക്ക് നമ്മൾ എന്താ കടി ഉണ്ടാക്കണത് ഓട്ടടയാണ്. കുറേ ദിവസമായി ഓട്ടട ചുട്ടിട്ട്. അപ്പോൾ ഞാൻ അടുപ്പിലൊക്കെ കത്തിച്ച് ഓട്ടട ഉണ്ടാക്കണേ. അതിന് വേണ്ടി അരിയൊക്കെ അരച്ച് മാവൊക്കെ സെറ്റാക്കി വെച്ചിക്കണം. അങ്ങനെ തീയൊക്കെ നല്ല അടിപൊളി കത്തി ഞാൻ ചട്ടി ചൂടായപ്പോൾ അങ്ങനെ ഓട്ടയുടെ ചൂടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അധികം കറി എന്താ വെച്ചാൽ ഇന്നിപ്പോൾ കടലയും കാര്യമൊന്നും ഉണ്ടാക്കണമല്ല. അവർക്കൊന്നും കടലക്കറി ഒന്നും ഇഷ്ടമല്ല. മക്കളെ കുറ്റം പറയേണ്ട കാര്യമില്ല കാക്കുവിന്. എനിക്കും അങ്ങനെ തന്നെയാണ്. കടല, ചെറുപയർ ഇങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമല്ല. എനിക്ക് പിന്നെ എൻ്റെ ഒരു വെറൈറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്താ ചായൻ്റെ കൂടെ വെറുതെ കഴിക്കണമാണ് ഇഷ്ടം കേട്ടോ. ഈ ഓട്ടട, പുട്ട് ഇങ്ങനത്തതൊക്കെ കറിയൊന്നും ഇല്ലാതെ കഴിക്കണമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ദോശയാണെങ്കിലും ഒക്കെ നല്ലൊരു പാലിട്ട ചായൻ്റെ കൂടെ കഴിക്കണതാണ് ഇഷ്ടം കേട്ടോ. കറിയൊന്നും വലിയ താല്പര്യമില്ല കറിനോട്. അപ്പോൾ ഇവർക്കും തന്നെ കടലയും കാര്യമൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ കാക്കു വരുമ്പം ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത് പാർട്സും കാര്യമൊക്കെ ഇട്ടുകൊണ്ട് കറി വെക്കാമെന്നില്ല പ്ലാനാണ്. അപ്പം എന്നാൽ അതൊക്കെ കറി ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. അങ്ങനെ ചായയോടെയും കറി ഉണ്ടാക്കുക അതൊന്നും ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല. കാക്കു വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓട്ടട മാത്രമേ ഞാൻ അതിലുണ്ടാക്കണുള്ളൂ കേട്ടോ അടുപ്പിൽ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുടിവെള്ളം ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല. ഒക്കെ അപ്പം ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല എല്ലാവർക്കും വേണ്ടിയത്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചോറും തന്നെ ഇപ്പോൾ റൈസ് കുക്കർ തന്നെയാണ് ഇറക്കിയപ്പോൾ അങ്ങനെ ശീലമായി. പിന്നെ അടുപ്പിൽ വേറൊന്നും ഉണ്ടാക്കണില്ല. എന്താ ഓട്ടട മാത്രം ചുടണുള്ളൂ. അങ്ങനെ ഇതാ ബാക്കിയുള്ള പണികളൊക്കെ ചടപടാ കഴിക്കേണ്ട ഇടയിൽ നമ്മൾ അളിയനൊരു ചക്കയൊക്കെ കൊണ്ട് തന്നിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എന്താ പറയുക ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്ത് എന്താ ചുളക്കെടുക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചക്കൻ്റെ പരിപാടിയൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ അമ്മയാണ് എന്താ മുറിച്ചൊക്കെ നുറുക്കി കുക്കറിലിട്ടല്ലേ. അപ്പം ഞാനത് മസാലയൊക്കെ ഇട്ടുകൊണ്ട് വെച്ച് അങ്ങനെ പണികളൊക്കെ ചെയ്യും. ചക്ക നന്നാക്കി എനിക്ക് ശീലമല്ല. നിങ്ങൾ എന്താ അപ്പം ഇത്രയും ആയിട്ട് ഇപ്പം ചക്ക നന്നാക്കാൻ അറിയില്ല എന്നൊക്കെ വിചാരിക്കട്ടെ ചിലവർ. കാരണം വെച്ചാൽ അങ്ങനത്തെ പണികളൊക്കെ അമ്മയാണ് ചെയ്യൽ. ഞാനങ്ങനെ എടുക്കും. പക്ഷേ ഇതിലൊന്നും വലിയ കടുപ്പല്ല. അപ്പോൾ പിന്നെ ഞാൻ നമുക്ക് ശ്രദ്ധിക്കലുമില്ല അങ്ങനെ. പിന്നെ അതുകൊണ്ട് തന്നെ ആകെ വളഞ്ഞ് കുളിച്ചിനും ഞാനും കൈയും എന്താ ഉണ്ടാക്കിയ സ്ഥലമൊക്കെ ആകെ കണ്ട് വളഞ്ഞീൽ തേനും. അപ്പം എങ്ങനെ അത് വൃത്തിയാണ്. കത്തിയാണെങ്കിൽ ആകെ വളഞ്ഞീൽ മുങ്ങിട്ടോ. അതുകൊണ്ട് ഞാൻ ആകെ പാടുപെട്ട് നന്നായി കിട്ടാൻ. അങ്ങനെ ഞാൻ ചക്കയൊക്കെ കുറച്ചൊക്കെ ചുളക്കെ എടുത്ത് വെച്ചാൽ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ഞാൻ എനിക്കൊരു കൂട്ടാണ്ടാക്കാൻ വിചാരിച്ചു. കാരണം ഇവരൊന്നും കഴിക്കൂല ചക്ക കൂട്ടാൻ. കാര്യമായിട്ട് ഞാനും ഉമ്മയാണ് ചക്ക കൂട്ടാനൊക്കെ കഴിക്കൽ ഇവിടെ. അപ്പോൾ ഉമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ കുറേ ദിവസം പോയിട്ട് കേട്ടോ. 15 ദിവസമൊക്കെ കഴിഞ്ഞുമ്പോൾ പോയിട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അമ്മ അത്രയും ദിവസം ഇരുന്ന് പോയി നിൽക്കുന്നത്. 2 ദിവസം 4 ദിവസം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 8 ദിവസം 10 ദിവസമൊക്കെ കഴിഞ്ഞ് 15 ദിവസമായിട്ടോ പോയിട്ട്. അപ്പോൾ ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരില്ല. കാരണം ഓളെ എന്താ നാത്തൂൻ്റെ മോള് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വന്നിക്കണം. അപ്പോൾ പിന്നെ ഓള് വന്നപ്പോൾ അങ്ങനെ പിടിച്ചിരിക്കണം. അങ്ങനെ 2 ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ദിവസമായത് കേട്ടോ. അപ്പോൾ ഏതായാലും 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞങ്ങാണ്ട് നിൽക്കണം. അങ്ങനെ 2-3 ദിവസം കൂടി കഴിഞ്ഞാലൊക്കെ ഇൻഷാല്ലാ വരും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ചടപടേനെ പണിയൊക്കെ കഴിച്ച് ചൂടല്ലേ കഴിച്ച്. എന്താ ചൂടില്ലേ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണികളൊക്കെ ചടപടേനെ കഴിച്ചങ്ങാണ്ട് പെട്ടെന്ന് കുളിക്കലാട്ടോ. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഉച്ചക്കൊക്കെ ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കൽ. ഇപ്പം എനിക്ക് അങ്ങനെ ശീലമായി. അപ്പോൾ നല്ല തണുത്ത വെള്ളവും ആവും ടാങ്കിൽ നിന്ന് വരുന്നത്. പിന്നെ 12 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളം വരും. അതുകൊണ്ട് എനിക്ക് തലക്കൊക്കെ എന്തൊക്കെയോ ഇതിട്ട് ചുടുവെള്ളം പാർന്നിട്ട് അപ്പോൾ ഞാൻ അപ്പം നേരത്തെ കുളിക്കും. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ചക്കയൊക്കെ എടുത്തത് പിന്നെ ഹാളിൽ വന്നിട്ടാണ് ചക്ക നുറുക്കണത് കേട്ടോ. അപ്പം നല്ല മൂത്ത് നല്ല മധുരമില്ല ചുമന്ന ചുളയിന്. അതുകൊണ്ട് തന്നെ എനിക്ക് വെക്കാനും നല്ല പൂതി കേട്ടോ. കുറേ ദിവസമായി ചക്ക കൂട്ടാൻ വെച്ചിട്ട്. 2 മാസത്തിനടുത്ത് കഴിക്കണേ ഞങ്ങൾ ചക്ക. 2 മാസമല്ല എന്നാലും ഏകദേശം ഒരു മാസത്തിൻ്റെയൊക്കെ, ഒരു മാസത്തിനല്ലേ കറിയിലേറെ കഴിക്കണ്ടേ ഞങ്ങൾ ചക്ക കൂട്ടാൻ വെച്ചിട്ട്. അപ്പോൾ എനിക്കും തന്നെ ഈ ബിരിയാണി നെയ്ച്ചോറും നല്ല ഇങ്ങനെ ഒരു ചക്ക കൂട്ടാനും കഞ്ഞി കുടിക്കുക കുറേ ദിവസമായിക്കണം പൂതി വെക്കൽ തുടങ്ങിയിട്ട്.
അപ്പോൾ ഇമ്മയാണെങ്കിൽ വരുന്നുമില്ല. ചക്ക ഇവിടുന്ന് കിട്ടിയാലും എനിക്ക് നന്നാക്കാൻ പണിയല്ലേ, അതുകൊണ്ട് കൂട്ടാൻ തിന്നാൻ പൂതിയാണ്, ഉണ്ടാക്കാൻ എനിക്കൊറ്റ പാടുമല്ലേ. അപ്പോൾ ഏതായാലും ഞാനൊന്നും നോക്കിയില്ല. അതിന് കുറച്ച് എടുത്തുങ്ങാണ്ട് ചോളം എടുത്തുങ്ങാണ്ട് ഞാൻ നുറുക്കി വെച്ച് നല്ല അടിപൊളി കൂട്ടാനാക്കി വെച്ചു കേട്ടോ. നല്ല മൂത്ത ചോളം ആയതുകൊണ്ട് തന്നെ എനിക്ക് കത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലേനു കേട്ടോ നുറുക്കാൻ. ഞാൻ വെറുതെ കൈ കൊണ്ട് തന്നെ ഒടിച്ച് മുറിച്ചിങ്ങാണ്ട് അങ്ങനെയൊക്കെയാണ് ഇട്ടിക്കണത്. എന്തിനാ അപ്പോൾ ഈ ചക്ക നക്കലിൽ കത്തിയെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ നുറുക്കിയപ്പം. അങ്ങനെ ഞാൻ ചക്കയൊക്കെ നുറുക്കിയാണ്ട് കുക്കറിലിട്ടത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടോ. അതിന് ശേഷം കുറച്ച് നാളികേരം, നല്ല ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കി. അപ്പോഴത്തേന് നമ്മൾ കുക്കറിൽ 4-5 വിസിൽ വന്നിരുന്നു കേട്ടോ. ചക്ക അങ്ങനെ ചക്കയൊക്കെ വെന്ത് കിട്ടി. അതിൽ ഈ മസാലക്കൂട്ട് കണ്ട് ഇളക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് സെറ്റാക്കി എടുത്ത്. അങ്ങനെ നമ്മൾ ചൂടില്ല കഞ്ഞിയും ചക്കക്കൂട്ടാനും ഞാൻ എന്താ ഹാളിൽ ഫാനിൻ്റെ ഉള്ളിൽ വന്ന് വെച്ച് കഴിക്കണ്ട്. ഭയങ്കര ചൂടേന് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. അങ്ങനെ ഞാൻ ഇന്ന് കഞ്ഞി ചക്കക്കൂട്ടാനുമാണ് ഉച്ചക്ക് കുടിക്കണത്. അടിപൊളി കേട്ടോ കൂട്ടാൻ.